നമസ്കാരം. വിൻസൻ മാമൻ ദ ഇൻ്റഗ്രേറ്ററുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോയാണ്. ഈ വീഡിയോയിൽ ഞാൻ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ, ഒരു സ്ലൈഡ് പോലും കയ്യിലില്ലാതെ വളരെ ഫ്രീ ആയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഇത് ഒരു സ്പെസിഫിക് ടെക്നോളജിയെക്കുറിച്ചല്ല, പകരം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ബാക്കിയായി വന്ന, അല്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ചില ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ തോന്നൽ നമ്മുടെ മനസ്സിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കണം, അല്ലെങ്കിൽ ഒരു യൂസേഴ്സ് റിവ്യൂ നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞു. ഈ യൂസേഴ്സ് റിവ്യൂവിനോടൊപ്പം ഒരു കാര്യം കൂടി ഉണ്ട്, എക്സ്പേർട്ട് ടോക്ക് കൂടി ഉണ്ടായിരിക്കണം. എക്സ്പേർട്സുമായിട്ടും കൂടി നമുക്ക് സംസാരിക്കണം. എക്സ്പേർട്സുമായിട്ട് സംസാരിക്കുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകുക. കാരണം ഏതൊരു ടെക്നോളജി വാങ്ങുന്ന ആൾക്കാരാണെങ്കിലും ഈ വാങ്ങുന്ന എല്ലാവരും ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. എല്ലാവരും ഹാപ്പി ആക്കാത്തതിന് കാരണം അതിന് പല സെവറൽ പോയിന്റ്സ് ആർ ദർ. അവരെന്തുകൊണ്ട് സന്തോഷമായില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ഹാപ്പി ആകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളാണ്. ഒരു കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് മാറ്റർ കൊണ്ടോ തീർക്കാവുന്ന ഒന്നല്ല അവരുടെ കാരണങ്ങൾ. വളരെ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അത് ഓരോ സൈറ്റിലും ചെന്ന് കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ ഈ ഇതുകൊണ്ട് തൃപ്തിയാകാത്ത, സാറ്റിസ്ഫൈഡ് അല്ലാത്ത ചില കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഞാനൊരു സോളാർ സൊല്യൂഷൻ വാങ്ങി വെച്ചിട്ട് അത് ഞാൻ ആഗ്രഹിച്ച രീതിയിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ടല്ല അതിൽ നിന്നും എനിക്ക് ലഭിക്കുന്നതെങ്കിൽ, എന്നോട് നാളെ ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറയും, അയ്യോ സോളാർ നോ, ഞാനില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവും. എന്നാൽ ഒരു സോളാർ സൊല്യൂഷൻ ഇൻസ്റ്റാൾ ചെയ്യും. സോളാർ സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഏതൊരു സൊല്യൂഷനും ഏതൊരു ടെക്നോളജിയും നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തെ തീർച്ചയായിട്ടും നമ്മൾ അസസ് ചെയ്തിരിക്കണം. ആ ആവശ്യം അസസ് ചെയ്യാതെ എന്തെങ്കിലും തരത്തിൽ ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് പോവുകയോ ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ വരുന്നത്. ആ ബുദ്ധിമുട്ടുകളെ അവസാനം ആ ടെക്നോളജിയുടെ അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ്റെ പ്രോബ്ലമായിട്ട് നമ്മൾ അതിനെ കാണിക്കുകയും ചെയ്യും. കാരണം നമ്മളതിന് കാശ് മുടക്കിയവന് അതിൻ്റെ സൊല്യൂഷൻ കിട്ടാതെ വരുമ്പോൾ അവൻ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു പ്രതികരണമാണ്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനെ കാണാൻ കഴിയുകയുള്ളൂ. അതിന് പല കാരണങ്ങളാണ്. ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫീസിബിലിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയായിരുന്നു. എൻ്റെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വെറുതെ ചുറ്റുമൊന്ന് കണ്ണോടിക്കുക, എല്ലായിടത്തും നമ്മൾ ചെല്ലുമ്പോൾ ഒന്ന് ചുറ്റുമൊന്ന് കണ്ണോടിക്കുന്നു പറഞ്ഞ് അന്ന് കണ്ണോടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വീടിന് മുകളിൽ ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ നോട്ടത്തിൽ അത് സോളാർ സൊല്യൂഷൻ ആണെന്ന് എനിക്ക് തോന്നിയില്ല. അതിന് കാരണമുണ്ട്. ഒന്ന്, അത് വളരെ ഭീകരമായ രീതിയിൽ ഡസ്റ്റ് ഡെപ്പോസിറ്റായി ഇരിക്കുന്നു. അതിനേക്കാൾ വലിയ മറ്റൊരു കാരണമാണ്, ആ ഒരു സൈറ്റിൽ, ആ ഒരു വീടിന് റൂഫ് ടോപ്പിൽ സോളാറിന് പറ്റിയ എക്സ്പോഷർ ഇല്ലായിരുന്നു. ഒരു സൺലൈറ്റ് എക്സ്പോഷർ ഇല്ലാത്ത സ്ഥലത്താണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത്. കാരണം ആ ഒരു പ്ലോട്ടിന് ചുറ്റും തെങ്ങുകൾ നിൽപ്പുണ്ട്. ഈ തെങ്ങുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 60-70 വർഷം പഴക്കമുള്ള നല്ല ഹൈറ്റുള്ള തെങ്ങുകളാണ്. ഈ തെങ്ങുകൾ ചുറ്റും നിൽക്കുന്ന വീടിൻ്റെ റൂഫ് ടോപ്പിലാണ് ഈ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കലും അവർ വാങ്ങി വെച്ചിരിക്കുന്ന സൊല്യൂഷന് ഈക്വലൻ്റ് ആയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടേണ്ട ഒരു പെർഫോമൻസോ ഒരു പ്രൊഡക്ഷനോ അവർക്ക് കിട്ടുന്നില്ല, ഒരിക്കലും കിട്ടില്ല. പോരാത്തതിന് അതിൽ ഡസ്റ്റും ഫിൽ ചെയ്തിട്ടുണ്ട്, വല്ലാതെ നല്ല രീതിയിൽ ഡസ്റ്റ് ഡെപ്പോസിറ്റഡ് ആയിട്ടുണ്ട്. അവരോട് നമ്മൾ ചോദിക്കുകയാണ്, സാറേ സോളാർ വെച്ചിട്ട് എങ്ങനെയുണ്ട്, എനിക്കൊന്ന് വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു മറുപടിയുള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം പറയുന്ന ഒരൊറ്റ മറുപടിയുള്ളൂ, അയ്യോ ഈ സാധനം വെച്ചേക്കരുത്, കാശിന് കൊള്ളില്ല, എനിക്ക് ഒരു തരത്തിലും ഇത് എനിക്ക് യൂസ്ഫുൾ ആയിരുന്നില്ല, ആകില്ല. കാരണം ഞാനും പല സൈറ്റുകളിലും പോയി സൈറ്റ് സർവേ നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, അത് അവിടെ ഫീസിബിൾ അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവരോട് നോ പറഞ്ഞു പോന്നു. അതുപോലെ ചെയ്യുന്നവരായിരിക്കും യഥാർത്ഥത്തിലുള്ള ഇൻ്റഗ്രേറ്റേഴ്സ്. അല്ലാത്തവർ ഓടി വരുന്നു, എങ്ങനെയും അവർക്കൊരു ബിസിനസ് ചെയ്താൽ മതി, വെച്ച് കണക്ട് ചെയ്ത് പോകും. തീർച്ചയായിട്ടും അവർക്ക് ആ റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ അവരോട് മാത്രം ഒരു റിവ്യൂ ചോദിച്ചിട്ട് നമ്മൾ തീരുമാനിക്കണം, സോളാർ വേണ്ട എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മിസ്റ്റേക്ക് ആരുടേതാണ് സ്വയം വിലയിരുത്തേണ്ടത് ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്കിയായിട്ട്, സാധാരണ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ യൂസേഴ്സിൻ്റെ റിവ്യൂ
ഏതെങ്കിലും ഒരാളുടെ റിവ്യൂ അല്ല, പലരുടെ റിവ്യൂ എടുക്കണം. അങ്ങനെ റിവ്യൂ എടുക്കുന്നവർ തീർച്ചയായിട്ടും ഒരാളുടേതല്ല, പലരുടെ റിവ്യൂ എടുക്കണം. പലരുടെ റിവ്യൂ എടുത്തതിന് ശേഷം വേണം ഒരാൾക്ക് അതിനെക്കുറിച്ചൊരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് അവർക്കത് കിട്ടുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഒരു എക്സ്പേർട്ടുമായി സംസാരിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ സൈറ്റ് ഒന്ന് ഒരു എക്സ്പേർട്ട് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും കിട്ടും. അത് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് എവിടെ ചെയ്യരുത്. ചില കാര്യങ്ങളുണ്ട്, നമ്മൾ എന്ത് ചെയ്യരുതെന്നുണ്ട്, ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ഈ ഡോൺസിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും ഡൂസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഡോൺസിനെ കുറിച്ച് പറയാൻ അറിയുന്നവർക്ക് മാത്രമേ അത് പറയാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് ഡോൺസ് എന്താണെന്ന് അറിയില്ല, ഒരിക്കലും അറിയില്ല. അവർക്കത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ പോകും. അതുകൊണ്ട് തന്നെ എല്ലാവരോടും എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇൻ്റഗ്രേറ്റഡ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്, ഒരു ടെക്നോളജി, അത് ഏത് ടെക്നോളജിയും ആയിക്കോട്ടെ, അത് സോളാർ ടെക്നോളജി തന്നെ ആകണമെന്നല്ല, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ചില ഫീസിബിലിറ്റീസ് ഉണ്ട്. അതില്ലാത്ത പക്ഷം ആ ടെക്നോളജി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചറിന് താങ്ങാൻ പറ്റാത്തൊരു സംഗതിയാണ് നമ്മൾ ഇതിൽ ലോഡ് കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്കത് നടക്കില്ല, നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു യൂസറുടെ മാത്രം റിവ്യൂ എടുത്തിട്ട് തീരുമാനമെടുക്കരുത്. പകരം നിങ്ങൾക്ക് വേണ്ട ഓരോ ഫീച്ചർ എന്താണ്, നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്ത് കിട്ടണം, എങ്ങനെ കിട്ടണം എന്നുള്ളത് മനസ്സിലാക്കി തീരുമാനിച്ചതിന് ശേഷം മാത്രം ഒരു സ്പെസിഫിക് സൊല്യൂഷനിലേക്ക് നീങ്ങുക. അല്ലാത്ത പക്ഷം ഒരു യൂസറെ മാത്രം കേട്ടെന്നാൽ, എക്സ്പേർട്ടിൻ്റെ വാക്കുകൾ കേൾക്കാതിരുന്നാൽ നമ്മൾക്ക് കിട്ടേണ്ട ചില ഫീച്ചേഴ്സ്, ചില അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടാതെ പോകും. കാശ് മുടക്കുന്നവന് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടണം. അവൻ്റെ പെയിൻ റിലീഫ് ചെയ്യുന്നതായിരിക്കണം ഏതൊരു ടെക്നോളജിയും. അവൻ്റെ പെയിൻ റിലീഫ് ചെയ്യാത്ത ഏതൊരു ടെക്നോളജിയും അതൊരു ടെക്നോളജിയല്ല. പകരം എന്തിനോ വേണ്ടി വാങ്ങി വെച്ച് സമയം കളയുന്ന, അല്ലെങ്കിൽ സ്പേസ് കളയുന്ന, അല്ലെങ്കിൽ പണം കളയുന്ന എന്തോ ഒരു വസ്തു മാത്രമായിട്ട് തീരും ഏതൊരു ടെക്നോളജിയും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾക്ക് ആവശ്യമുള്ളതാണോ? നമ്മൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് പോവുക. അല്ലാത്ത പക്ഷം ഒരിക്കലും അതിലേക്ക് പോകരുത്. നമസ്കാരം.